ഇപ്പോൾ വന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കണം. അതിന് കണ്ണൂരിലേക്കൊന്ന് പോകണം. ഇനി വൈകി വന്ന പ്രേക്ഷകർക്കായി നമ്മൾ പറയുകയാണ്, ഇന്ന് നമ്മൾ മോർണിംഗ് വാക്കിനുള്ളത് ആറാട്ടുകടവ് വാക്ക്വേയിലാണ്. ഇവിടെ കൊച്ചി കോർപ്പറേഷന് കീഴിലുള്ള ആറാട്ടുകടവ് ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്താണ് ഈ വാക്ക് വേ ഉള്ളത്. അതിലൂടെ നിങ്ങൾ നമ്മൾ മോർണിംഗ് വാക്ക് നടന്ന് നമ്മൾ എവിടെയും നിൽക്കുന്നില്ല, ഹെഡ്ലൈൻസ് വായിക്കാൻ വേണ്ടി ഒന്ന് നിന്നതാണ്. നമുക്ക് നടത്തം തുടരാം അല്ലേ? അപ്പോൾ പ്രജന നാടായ കണ്ണൂരിലേക്ക് തന്നെയാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിലുള്ള അപ്ഡേറ്റ് ആണ്. കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വെണ്ടൂട്ടായി കനാൽക്കര സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നത്. സജോ, എവിടെ നിന്നാണ് ഈ വിപിൻ രാജ് അറസ്റ്റിലായിരിക്കുന്നത്? എന്താണ് ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം? അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ടോ? പ്രജിൻ, ശനിയാഴ്ച അർദ്ധരാത്രിയാണ് പിണറായിയിലെ ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. ജനൽ ചില്ലുകൾ തകർക്കുകയും CCTV ക്യാമറകളൊക്കെ അടിച്ചു തകർക്കുകയും ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ വാതിലിന് തീയിടുകയും ചെയ്തു. അപ്പോൾ ഉദ്ഘാടനത്തിനായി സജ്ജമാക്കിയ കൊടിതോരണങ്ങളും ശിലാഫലകവും ഒക്കെ തൊട്ടടുത്ത കനാലിൽ തള്ളുകയും ചെയ്തത്. പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടിയും കെ സുധാകരനാണ് കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം അടക്കം എത്തുകയും കോൺഗ്രസ് പ്രവർത്തകർ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കെ സുധാകരൻ അടക്കം തിരികെ വെല്ലുവിളി, CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നും CPIM ഓഫീസ് തകർക്കാൻ ഒരു രാത്രി മതി എന്നടക്കമുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു. പിന്നാലെ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുകയും സംഘർഷ സാഹചര്യമൊക്കെ പരിഗണിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വെണ്ടൂട്ടായി കനാൽക്കര സ്നേഹാലയത്തിൽ വിപിൻ രാജിനെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഇന്നലെ രാത്രി തന്നെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒരാൾ കൂടി, 2 പേർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ 2 പേരാണ് ആക്രമണം നടത്തിയത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയും അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഥലത്ത് നിന്ന് ഏറെ അകലെയല്ലാത്ത പ്രദേശത്ത് നിന്നാണ് വൈകിട്ടോടുകൂടി വിപിൻ രാജിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വിശദമായ പരിശോധനയിലേക്ക് പോകണം. അതേസമയം ഇയാൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമില്ല, അനുഭാവമായിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. മറ്റ് അക്രമത്തിലേക്ക് നയിച്ച പ്രകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇയാൾക്കെതിരായ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ സംഭവത്തിൽ വിശദമായ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടി കടക്കണം എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയ സംഘർഷത്തിനടക്കം വഴി തെളിച്ചേക്കാവുന്ന കേസ് കൂടിയാണ്. CPIM ആസൂത്രിതമായി നടത്തിയ ആക്രമണം എന്നതായിരുന്നു കെ സുധാകരന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നിലപാട്. ആ ഘട്ടത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാണ് താനും. വിശദമായ തുടരന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് പിണറായി പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പങ്കുണ്ട് എന്ന് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വ്യക്തമായ ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. കണ്ണൂരിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വിഷയങ്ങളാകുമ്പോൾ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. പ്രവർത്തകരൊക്കെ ആ രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഓഫീസുകൾ, പാർട്ടി ഓഫീസുകൾ എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ് കണ്ണൂർ കാണുക. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്രമാത്രം ഒരു സുരക്ഷ ആ മേഖലയിൽ പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ണൂരിന്റെ തൊട്ടടുത്ത പ്രദേശമായ മയ്യഴി ഓർമ്മ വന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, അതെ, M മുകുന്ദന്റെ ആ നോവൽ വായിച്ച് അതിലെ ആ ഒരു വിളക്കുകാലുകളും മയ്യഴിപ്പുഴയും ആ വിളക്കുകാലുകളിൽ എണ്ണ നിറയ്ക്കാൻ വരുന്ന കുഞ്ചക്കനെയും ഒക്കെ പെട്ടെന്ന് ഞാൻ ഓർത്തു. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ഈ വിളക്കുകാലും ഈ പുഴയും ഒക്കെ തൊട്ടടുത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മയ്യഴിയോട് പ്രത്യേക ഒരു സ്നേഹമുള്ള വ്യക്തിയാണ്. ആ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിച്ചപ്പോൾ മുതൽ. അപ്പോൾ നമ്മുടെ സുലൈമാൻ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, റജുലയും കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, നമ്മൾ സമയം പറയുന്നില്ല എന്ന്. സമയം 6:40, കമന്റ് വായിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കമന്റുകളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് വാർത്തയിലേക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ കമന്റുകൾ ചിലപ്പോൾ കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കമന്റുകളിലേക്ക് വരും. അതിന് മുമ്പ് നമുക്കൊന്ന് സന്നിധാനത്തേക്ക് പോകണം. അവിടെ എന്താണ് അവിടുത്തെ തിരക്ക് എന്നൊക്കെ നോക്കാം. ഇങ്ങനെ മണ്ഡല മകരവിളക്ക് സീസൺ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ തിരക്കേറി വരുന്നതായിട്ടൊക്കെ അറിയുന്നു. അപ്പോൾ ആ സെഗ്മെന്റിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ 63,733 പേരാണ് ദർശനം നടത്തിയത്. ശരാശരി 80,000 പേർ എത്തേണ്ടിടത്താണ് അവധി ദിനമായിട്ടും ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായത്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകളാണ്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
യെസ്, ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ അല്ലെങ്കിൽ ഈ അടുത്ത 2 ദിവസങ്ങളായി ഉണ്ടാകുന്ന മറ്റൊരു വിവാദമാണ്. അതിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകണം. പറഞ്ഞു വരുന്നത്, ഈ കോടതി ഉത്തരവുകൾ ലംഘിച്ച് ശബരിമലയിൽ നടൻ ദിലീപ് VIP സന്ദർശനം നടത്തിയ സംഭവമാണ്. അതിപ്പോൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറോട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോടും വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഹരിവരാസനം പാടിത്തീരുന്നതുവരെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ദിലീപ് ദർശനം നടത്തിയത് കുട്ടികളും മുതിർന്ന സ്ത്രീകളടക്കമുള്ളവരുടെ ക്യൂ തടസ്സപ്പെടുത്തിയെന്നും ഇത്തരം സംഭവങ്ങൾ അനുവദിക്കാനാവില്ല എന്നുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതൊക്കെ എന്താണ്, അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്തിനാണ്, അത്തരം ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. കാരണം അത് ആ വിഷ്വൽസിൽ അത് വ്യക്തവുമായിരുന്നു. തൊട്ട് പിറകിൽ ദിലീപിന് പിറകിൽ ഒരുപാട് പേരുണ്ട്. ആ ദർശനമൊക്കെ തടസ്സപ്പെടുത്തിയാണ് ആ ഹരിവരാസനം പാടി കഴിയുന്ന അത്രയും സമയം നടനോടെ തുടർന്നത്. നമുക്ക് നെഗറ്റീവ് ഇടാം പ്രശ്നം. അങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാരുള്ളപ്പോഴും ഈ ശബരിമലയിലെ ദർശനം സുഗമമാക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും പ്രകാശവും പരത്തുന്ന ഒരു കൂട്ടരുടെ കഥയിലേക്കാണ്. അപ്പൊ ദർശനം സുഗമമാക്കുന്ന കുറച്ച് മനുഷ്യരുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. മണ്ഡലകാലം ആരംഭിച്ച് 22 ദിവസമാകുമ്പോൾ ഒരു പ്രശ്നവും പരാതിയും ഇല്ലാതെ പോകുന്ന തീർത്ഥാടന കാലത്ത് ഇവർ വഹിക്കുന്ന പങ്ക് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്നറിയണം. YS അഭിനന്ദും അനന്തു ബി നായരും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ദർശനത്തിനായി എത്തുന്ന നിരവധി ഭക്തജനങ്ങൾ. ഇവരുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന വ്യാകുലതകൾ ചില്ലറയൊന്നുമല്ല. അപ്പാച്ചിമേടും നീലിമലയും കടന്നു വേണം സന്നിധാനത്തെത്താൻ. ഈ വഴിയിൽ ഇവർക്കായി താങ്ങായും തണലായും ചിലരുണ്ട്. പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്നതാണ് അന്തമുത്തുവിൻ്റെ പണികൾ. ഇരുമുടിക്കെട്ടിൽ നിന്ന് വീഴുന്ന മഞ്ഞൾപ്പൊടി വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവ പെറുക്കുന്നതാണ് സേലം സ്വദേശി അന്തമുത്തുവിൻ്റെ ആനന്ദം. പതിനെട്ടാം പടിക്ക് സമീപം കെട്ടുകെട്ടായി എത്തുന്ന നേർച്ചത്തേങ്ങ നിമിഷങ്ങൾക്കകം നീക്കം ചെയ്ത് പടികെട്ട് ശുദ്ധമാക്കാൻ നൂർനാട് സ്വദേശി അനീഷിന് ഒരു വിഷമവുമില്ല. അയ്യപ്പൻ്റെ മണ്ണായതുകൊണ്ട് ജോലി ചെയ്യാനൊരു ഇതുണ്ട്. അവിടെ തന്നെക്കാളും സുഖം കൂടാം. ഭഗവാന്റെ മണ്ണിലായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ക്ഷീണമുണ്ട്. അയ്യപ്പൻ്റെ മണ്ണിലായതുകൊണ്ട് ആ ക്ഷീണം നമുക്ക് തോന്നിക്കത്തില്ല. ജോലി ചെയ്യുമ്പോൾ അറിയത്തില്ല. അനീഷിനെ തേങ്ങാക്കഥ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ ഇതാ പാലക്കാട് സ്വദേശി മണികണ്ഠൻ. 15 വർഷമായി പമ്പ മുതൽ സന്നിധാനം വരെ ട്രാക്ടർ ഡ്രൈവറാണ്. ഞങ്ങളിവിടുന്ന് അന്നദാന മണ്ഡലത്തിൽ മേസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് നടപ്പന്തൽ, അതിന് നേര് പ്ലാന്റിലൂടെ തട്ടിയിട്ട് എല്ലാ സാധനങ്ങളും വേർതിരിച്ചിട്ട് കത്തിക്കാൻ. ഈ പൂവുകളെല്ലാം കത്തിക്കില്ല, പിന്നെ ബാക്കിയുള്ളതെല്ലാം കത്തിക്കും. മല കയറുന്നതിനിടെ നിർജ്ജലീകരണം അനുഭവപ്പെട്ടവരെ ഉഷാറാക്കാൻ കലാധരനും സുരേന്ദ്രനും തയ്യാർ. പിന്നെ ഇതിപ്പം സേവനമാണ്. പിന്നെ ഞങ്ങളൊരു പ്രതിഫലം ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് തരുന്നത് സത്യമാണ്. പക്ഷേ എങ്കിലും കുടിവെള്ളം എന്ന് പറയുന്നത് സേവനമാണ്. എറണാകുളം കോലഞ്ചേരി സ്വദേശി അനീഷ് ഡോക്ടർക്കിത് വേറിട്ട കാലയളവ്. സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനേക്കാൾ കിട്ടുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട് എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. നമുക്കൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒരു സേവനമാണ്. പൊതുവെ ഗൗരവക്കാരെന്നാണ് പോലീസുകാരെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ശബരിമല ഡ്യൂട്ടിയിലുള്ളവർ ഇങ്ങനെയേ അല്ല. സ്വയം നമ്മുടെ പരിമിതികളെ മറികടന്നിട്ട് ഇവിടെ വന്ന് അയ്യപ്പനെ കാണാൻ കിട്ടുന്നൊരു അവസരം അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കുന്നതിൽ ഈ കണ്ട മനുഷ്യർ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഇവരൊന്നുമില്ലാതെ സുഗമമായ ഒരു തീർത്ഥാടന കാലം മുന്നോട്ട് പോകില്ല എന്നർത്ഥം. സന്നിധാനത്ത് നിന്നും അനന്തു ബി നായർക്കൊപ്പം YS അഭിനന്ദ്, 24. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും
കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. പാട്ട് അതിമനോഹരം. വസന്തം വരുമോ എന്നറിയില്ല, പക്ഷെ കിളികൾ വരുന്നുണ്ട് പലതരത്തിലുള്ള. അറിയാതെ നമുക്കൊരു പാട്ടൊക്കെ വന്നു ഇവിടെ നിൽക്കുമ്പോ അല്ലെ. നമ്മുടെ പ്രേക്ഷകർ കമന്റുകൾ പറയുന്നുണ്ട്. KJ തോമസ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ആശ്ചേച്ചി സിംഗപ്പൂര്, മിനി ബാബു, ഹസീന ഷാജി, വസന്തകുമാരി കെ, റീന സതീശൻ, നിഷ എന്നിവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സഹോദരങ്ങളാണ് എന്ന് പറയുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നതാണല്ലോ അല്ലേ. അതെ. അപ്പോൾ ജിൻസ് കുര്യാക്കോസ് നടന്നു കഴിഞ്ഞ് എത്തി എന്ന് പറയുന്നു. ഷഫീർ മണ്ണാർക്കാട്, ഇന്നലെ ബർത്ത്ഡേ പ്രമാണിച്ച് SKNന്റെ വക വല്ലതും കിട്ടിയോ? പ്രജനാൻ ക്രിസ്റ്റിന കിട്ടി. അതെ അതെ, വേറെ നിറയെ കിട്ടി. അപ്പൊ വിനോദ് നായർ, എന്തിനാണ് ഈ പാർട്ടി ഓഫീസുകൾ വീടില്ലാത്ത ആൾക്കാർക്ക് 24 വീട് വെച്ച് കൊടുക്കുന്ന പോലെ പാർട്ടി ഓഫീസുകൾക്ക് പകരം വീട് വെച്ച് നൽകിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോ ഒരു വാർത്ത അപ്ഡേറ്റ് നമുക്ക് കൊടുത്താലോ? അടുത്ത കമന്റുകൾ കണ്ടുവച്ചോളൂ. ഇതാണ് അടുത്ത വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താനായി BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന യോഗത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ്, മെമ്പർഷിപ്പ് ചേർക്കൽ, തെരഞ്ഞെടുപ്പ് അവലോകനം എന്നിവയാണ് പ്രധാനപ്പെട്ട അജണ്ട. വയനാടും ചേലക്കരയിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച പശ്ചാത്തലത്തിൽ പാലക്കാട് തോൽവിയായിരിക്കും പ്രധാന ചർച്ചയാകുക. കെ സുരേന്ദ്രനും ഔദ്യോഗിക വിഭാഗത്തിനും എതിരെ ശക്തമായ ആക്രമണം നടത്താനാണ് എതിർചേരിയുടെ നീക്കം. എന്നാൽ ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ വിമത കൌൺസിലർമാർക്കും തോൽവിയിൽ നിർണായക പങ്കുണ്ടെന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നുണ്ട്. ഇനി CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം, CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPM കടക്കുന്നു. കൊല്ലം ജില്ലാ സമ്മേളനം നാളെ മുതൽ 12-ാം തീയതി വരെ കൊട്ടിയത്താണ് നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ഇന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ 450 പ്രതിനിധികൾ പങ്കെടുക്കും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുക്കും. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ അവിടെ നിന്ന് ജില്ലാ സംസ്ഥാന നേതാക്കൾ ഒഴികെ മറ്റാർക്കും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്നുകൂടെ പോയി നോക്കിയാലോ, ആരൊക്കെയാണ് കമന്റ് ചെയ്യുന്നത് നോക്കാം. അതൊന്ന് കണ്ടുവെക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ഇടവേള. പ്രജിന്റെ പാട്ട് അതിമനോഹരമായിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. രവികുമാർ PB ഇടയ്ക്ക് ചോദിച്ചിരുന്നു, പ്രജിൻ കണ്ണൂർക്കാരനല്ലേ, ബോംബുണ്ടാക്കാൻ അറിയാമോ എന്ന്. കണ്ണൂർക്കാരനായാലും നമ്മളെ ഒരിക്കലും വിധ്വംസക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ കണ്ട ചേച്ചിമാരെ പോലെ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടെന്ന് അറിയാം, നല്ല കാര്യങ്ങളാണ്. രവിയേട്ടനൊരു മറുപടി പറയണ്ടേ? ഈ പറയുന്ന ബോംബ് അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ബോംബ് നിർമ്മാണമാണ് കണ്ണൂരുകാർക്ക് എന്നൊന്നും കരുതല്ലേ. നമ്മള് എന്താണ് പറയാ, പ്രാദേശികവാദം പറയല്ല എങ്കിൽ കൂടി സാധാരണ പോലെ മനുഷ്യരാണ്. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, കണ്ണൂരിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, ബോംബല്ലേ? അങ്ങനെയൊന്നും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ അതെ. അപ്പോ ദിവസം വരൂ കണ്ണൂരേക്ക്. ഇവിടെ സുജാത S ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. രാജലക്ഷ്മി TS, സുധീഷ് കുമാർ, പ്രണവ് മിഥുൻ, വസന്തകുമാരി, ബിനി PK, സ്റ്റാംബർ, നിഷ N, ഹസീന ഷാജി, റഫീന. കാക്കനാട് ഭാഗത്തുകൂടെ പോകുന്ന ഒരുപാട് കണ്ടെയ്നർ ലോറികളും ശരി ലോഡഡ് ടിപ്പർ മുതലായവ വേഗത കൂടിയാണ് ഓടുന്നത്. അല്ലാതെ രാവിലെ 8 മുതൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗതയൊക്കെ കുറച്ച് പോവുക. നമ്മൾ ചില ഡ്രൈവേഴ്സൊക്കെ നമ്മളിങ്ങനെ വഴി തിരിഞ്ഞു വന്ന് കണ്ടു പോവാറുണ്ട്. അപ്പോൾ അവരോടെല്ലാവരും പ്ലീസ്, നമ്മുടെയൊക്കെ ജീവന് വിലയുള്ളതാണ്, വേഗത കുറച്ച് പോവുക. നടന്ന് നമ്മളിങ്ങനെ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായിക വാർത്തകളിലേക്ക് പെട്ടെന്ന് പോകണം. സ്പോർട്സ് ന്യൂസ്. ആദ്യ വാർത്തയിലേക്ക് പോകാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 12-ാം റൗണ്ട് പോരാട്ടം ഇന്ന് നടക്കും. ലോക ചാമ്പ്യൻ പട്ടത്തോട് ഒരു പടി കൂടി അടക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്ത്യയുടെ D ഗുകേഷ് ഇന്ന് ചതുരംഗ പലകയ്ക്ക് മുന്നിലെത്തുക. 11 റൗണ്ടുകൾ അവസാനിച്ചപ്പോൾ 2 ജയം ഉൾപ്പെടെ 6 പോയിന്റുമായി മുന്നിലാണ് D ഗുകേഷ്. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനുള്ളത് 5 പോയിന്റാണ്. 14 റൗണ്ട് നീണ്ട പോരാട്ടത്തിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്നയാളാണ് ലോക ചാമ്പ്യനാവുക. അടുത്ത 3 റൗണ്ടും തോൽക്കാതിരുന്നാൽ മതി ഗുകേഷിന് കിരീടം ഉറപ്പിക്കാൻ. അങ്ങനെ വിശ്വനാഥനാണതിനു ശേഷം ഇന്ത്യയിലേക്കൊരു വിശ്വ കിരീടം അതുമായിട്ട് ഗുകേഷ് എത്തട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
കാത്തിരിക്കുന്നു. സമയം 6:55 റീന സതീഷ് പറയുന്നു മകൻ വാലന്റീനോയെ നമ്മൾ മറന്നു. ഒരിക്കലും മറക്കില്ല. നമുക്കൊരു വാർത്തയിലേക്ക് പോകണം. നമുക്ക് ഇത് കണ്ടോ, സൂര്യോദയം നമ്മുടെ വിനിൽ കാശിയുടെ ക്യാമറയിൽ സൂര്യൻ ഇന്ന് പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അന്ന് ഹാഷ്മി കാണിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഇന്നലെ നമ്മൾ വീണ്ടും കാണിച്ചു. സൂര്യൻ വീണ്ടും വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ച. രാഹുൽ പഴം പോലെ ഇങ്ങനെ അല്ലെ, ചുവന്ന പഴം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെ ഉണ്ട് കാണാൻ. അതെ, എത്ര മനോഹരമായ കാഴ്ച. എനിക്ക് വാർത്ത മറന്നു പോകുന്ന സംശയം. അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് കൂടെ പോകണം. സൂര്യനിൽ നിന്ന് വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ അന്വേഷണത്തിന് മൃഗസംരക്ഷണ വകുപ്പ്. 74 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. വിശദ അന്വേഷണം നടത്താൻ അണ്ടർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എ വി ജയശങ്കറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചെയ്യുന്നത്. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ എന്താണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം? അത് മൃഗസംരക്ഷണ വകുപ്പാണ് നടത്തുന്നത് അറിയുന്നു. അപ്പോൾ എന്താണ് ആ രീതിയിലുള്ള അന്വേഷണത്തിലെ നീക്കം? അതായത് മൃഗസംരക്ഷണ വകുപ്പിലെ 74 ജീവനക്കാർ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ വാങ്ങിച്ചു എന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിലാണ് ഇപ്പോൾ നടപടിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്താൻ അണ്ടർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കിടക്കും. ഒപ്പം തന്നെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ടോ എന്ന കാര്യവും വകുപ്പ് വിശദമായി പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധനവകുപ്പാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്, ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇതിൽ കൂടുതൽ വകുപ്പുകളിൽ ഇത്തരത്തിൽ ജീവനക്കാരുണ്ട്. എന്തായാലും മറ്റു വകുപ്പുകളും സമാനമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സർക്കാർ വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. അതിനിടയിലാണ് വകുപ്പുകൾ ആഭ്യന്തര നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പ്രജിന, ക്രിസ്റ്റീന. ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മളുടെ പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് വാക്ക് പെട്ടെന്നാണ് തീരുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. 1 മണിക്കൂറുണ്ട്. മഴയുണ്ടോ ഇപ്പോഴെവിടെയെങ്കിലും? ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് മഴയുണ്ടോ എന്നുള്ളത് വരും ബുള്ളറ്റിനിൽ പറയാം. അപ്പോ എല്ലാവർക്കും വളരെ സന്തോഷം. സൂര്യോദയം പ്രേക്ഷകർ കാണിച്ചു തന്നതിന് സന്തോഷം. ഇതുപോലെയുള്ള വളരെ വളരെ വിസ്മയ കാഴ്ചകൾ അത് നമ്മുടെ മറ്റൊരു കാര്യമാണ്. പലയിടങ്ങളിൽ പോയി പലയിടങ്ങളിലെ സൂര്യോദയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ, അടിപൊളി. ഓരോ കാഴ്ചകൾ, ഓരോ ദിവസവും ഓരോ കാഴ്ചകൾ. അതുപോലെ വിജയൻ ചോദിക്കുന്നുണ്ട്, ക്രിസ്റ്റിന ചേച്ചി ഇന്നലത്തെ പായസം ഞങ്ങൾ തരില്ല. ഞങ്ങൾ നല്ല ഫ്രഷ് പായസമായിരുന്നു. പത്രത്തിലേക്ക് പോയാൽ മനോരമയിലെ വിശേഷം. മലയാള മനോരമയിലെ ലീഡ് വാർത്ത 2 പ്രധാനപ്പെട്ട വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇതാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വിചിത്രവാദം ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി. വരുമാനം പങ്കു ചോദിച്ച് കേന്ദ്രം വീണ്ടും എന്നതാണ് ഒരു വാർത്ത. 817 കോടി ഗ്രാന്റ് അല്ല വായ്പ, 20% വരുമാന വിഹിതവും വേണം, കേരളത്തിന് വരുമാനം VGF വഴി എന്ന വാദം. അത്തരം വാർത്തകളാണ് ഈ 1-ാം പേജിൽ ലീഡ് വാർത്തയായി മലയാള മനോരമ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് ആ പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി 1-ാം പേജിൽ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. സ്ഥാനാരോഹണ തീയതി പിന്നീടായിരിക്കും ഉണ്ടാവുക. അതിനിടെ മറ്റൊരു വാർത്ത, ഈ സിറിയയിലെ പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറിയയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മലങ്കര സന്ദർശനം വെട്ടിച്ചുരുക്കി പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ നാളെ ലണ്ടനിലേക്ക് മടങ്ങും എന്നൊരു വാർത്തയാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. അപ്പോ സിറിയയിലെ പ്രശ്നങ്ങൾ അതൊരു രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഗുഡ് ന്യൂസ്, ഒരു നല്ല കാര്യം പറയാം. മുണ്ടക്കായ് ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയാണ്. രാവിലെ 10 മണിയോടെ കളക്ടറേറ്റിലെത്തി റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ചുമതലയേൽക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. ജോലിയിൽ പ്രവേശിക്കുന്ന ശ്രുതിയെ ടി സിദ്ദിഖ് MLA ഇന്നലെ വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു. ഇനി നമ്മൾ മാതൃഭൂമിയിലേക്ക് ക്രിസ്റ്റീനയ്ക്ക് അങ്ങനെ സന്തോഷമുള്ള വാർത്ത പറയട്ടെ. വിപണി മുന്നോട്ടാണ്. ഡിസംബർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ മാസം തന്നെ നിഫ്റ്റി 25,000 പോയിന്റിലേക്ക് ഉയർന്നേക്കാം. ആണോ? അതെ, നിഫ്റ്റി ഉയർന്നേക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. GDP-യിൽ നമ്മൾ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർ തിരിച്ചു വന്ന നല്ല വാർത്തയുണ്ട്. ഈ ആഴ്ച നമ്മുടെ ചില്ലറ വിൽപ്പന വിലക്കയറ്റം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സാമ്പത്തിക സൂചകങ്ങളും ആഗോള ഘടകങ്ങളും ഈ സിറിയയൊക്കെ എങ്ങനെ വിപണിയെ ബാധിക്കുമെന്ന് ഈ ഒരു ആഴ്ച നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. മാതൃഭൂമി പറയുന്ന അസദ് വീണു സിറിയയിൽ വിമതർ എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. പ്രായം കുറച്ച് പ്രസിഡന്റ് എന്ന വാർത്ത പറയുന്നുണ്ട്. 1963 മുതൽ ബാത്തിസ്റ്റുകളുടെ കയ്യിലാണ് സുന്നി ഭൂരിപക്ഷമായ സിറിയയുടെ ഭരണം. 1970 ഷിയ അലവൈറ്റ്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പൊ ആ വാർത്തകളൊക്കെ നമ്മൾ ഒന്നുകൂടെ പത്രത്തിൽ പരിശോധിക്കട്ടെ. അവിടെ മോർണിംഗ് ഷോയുടെ നേരമായിരിക്കുന്നു. കൊച്ചി സ്റ്റുഡിയോ ഫ്ലോറിൽ R. ശ്രീകണ്ഠൻ നായർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവർ ടു യു എസ്കെയിൻ.